Hi friends, welcome to my channel. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാൽ കൊഴുക്കട്ടയാണ്. പാൽ കൊഴുക്കട്ട എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത റൈസ് ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ. ഈ തേങ്ങയിലേക്ക് 1/4 സ്പൂൺ ജീരകം ഇട്ട് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തത് അരിപ്പൊടിയിലേക്കിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് പാകത്തിന് കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത്. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിത് കുഴച്ചെടുക്കാൻ 1/4 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1/4 ഗ്ലാസ് തിളച്ച വെള്ളം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതേ പാകത്തിന്. അതിൽ നിന്നും കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതതിൽ കലക്കി മിക്സ് ചെയ്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കാം. ഇതേ ഭാഗത്തിന് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എല്ലാം ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ബോൾസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ക്യാമറയിൽ കാണുമ്പോൾ ചിലപ്പോൾ വലുതായിട്ട് കാണുന്നുണ്ടായിരിക്കാം, പക്ഷേ ചെറിയ ചെറിയ ബോൾസാണ്. ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഇഡലി സ്റ്റീമറിൻ്റെ തട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതെടുത്ത് വെച്ച് കൊടുക്കാം. ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എടുക്കാം. വേറൊരു പാൻ വെച്ച ശേഷം അതിലേക്ക് തേങ്ങയുടെ 2/2 പാൽ, 1 കപ്പ് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. മധുരം കുറച്ചുകൂടെ കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1 നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച കൊഴുക്കട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ശേഷം ഒരുപാട് ഇളക്കരുത്. നമ്മൾ മാറ്റി വെച്ച മാവ് കട്ടിലിട്ടാതെ നന്നായി കലക്കിയെടുക്കണം. പേസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. പാലിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഇതിങ്ങനെ മാറ്റി വെച്ച് ചേർത്ത് കൊടുക്കുന്നത്. കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കട്ടിയുള്ള പാൽ, 1/2 പാൽ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. പാൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ.
നമ്മുടെ പാൽക്കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.